നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക്നോ ഷാനിക് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ ഷാനിക്. സുഹൃത്തുക്കളെ, അങ്ങനെ വ്യൂസ് വരാത്ത നമ്മുടെ ചാനലിൽ 7,000 സബ്സ്ക്രൈബേഴ്സ് അടിച്ചിരിക്കുകയാണ്. വ്യൂസ് വരുന്നില്ലെങ്കിൽ എന്താണ്, സബ്സ്ക്രൈബേഴ്സ് നമ്പർ കൂടിക്കൊണ്ടേയിരിക്കുന്നില്ല. ഇപ്പോൾ തന്നെ എൻ്റെ ചാനലിൽ വ്യൂ വരുമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഒരു ഫ്രഷ് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. ഇതുവരെ ആരും അറിയാത്ത, ആരും ചർച്ച ചെയ്യാത്തൊരു ടോപ്പിക്കിനെ കുറിച്ച്. iPhone 11 Pro വെറും 35,000 രൂപയ്ക്ക് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് 1,40,000 ഹാർട്ട് അറ്റാക്ക് വരുത്തിക്കുന്ന പ്രൈസിൽ ഐഫോൺ ഇതിനെ വിൽക്കുന്നു എന്നുള്ളതാണ്. അഫ്കോഴ്സ് പ്രോഫിറ്റ് മാർജിൻ വളരെയധികം കൂടുതലാണ്. അതൊന്നാമത്തെ കാര്യം. അങ്ങനത്തെ ബേസിക് ആയിട്ട് ആർക്കും അറിയാത്ത കുറച്ച് കാര്യമാണ് നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതിനെക്കുറിച്ച് കൂടുതലായും താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ അവസരം വരെ കാണാനായിട്ട് ശ്രമിക്കുക. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ആ ഒരു 1,500 പേരെങ്കിലും കാണായിരിക്കും. 60 പേരെ ഇന്നലത്തെ വീഡിയോ കൊണ്ടിരിക്കണം. ഓക്കെ, iPhone 11 Pro 1,40,50,000 50,000 ഇപ്പോൾ അതായിട്ട് കുറയ്ക്കണ്ട, 1,50,000 രൂപയ്ക്ക് വിൽക്കുന്ന ഈ സ്മാർട്ട് ഫോണിനെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ അതിൻ്റെ പാർട്സിനെല്ലാം മാറ്റിയതിന് ശേഷം, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ പാർട്സിനെയും മാറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ ഓരോ പാർട്സിനും പ്രൈസ് ചെയ്തു. ഇപ്പോൾ ക്യാമറയ്ക്ക് എത്ര രൂപ വരുന്നുണ്ട്, ഇതിൽ പർട്ടിക്കുലറായിട്ട് iPhone 11 Proയിൽ ഉപയോഗിച്ച പ്രോഡക്ട്സ് അല്ലെങ്കിൽ അതിലുള്ള എക്യുപ്മെൻറ്റ്സിന് മാത്രം, അല്ലാന്നുണ്ടെങ്കിൽ അതിലുള്ള ഐറ്റംസിൻ്റെ മാത്രം പ്രൈസ് ഇടുകയാണ്. ക്യാമറയ്ക്ക് ഇത്രയാണെന്ന് ഇടുമ്പോൾ ഇതിലെല്ലാ ഐറ്റംസിനും കൂടി വരുന്നത് ഏകദേശം 35,000 രൂപയാണെന്നാണ് പറയുന്നത്. അതിൽ മേജറായിട്ട് ഏറ്റവും ഹയസ്റ്റ് കോസ്റ്റ് വരുന്നത് അതിൻ്റെ ആദ്യം വരുന്നത് ട്രിപ്പിൾ ക്യാമറയ്ക്കാണ്. ഏകദേശം $65-75 വരുന്നുണ്ട്. അത് ഏകദേശം ഒരു 6,000 രൂപ വരും ഇന്ത്യൻ മണിയിൽ. അതിനുശേഷം അതിൻ്റെ AMOLED ഡിസ്പ്ലേക്ക്, അതിനുശേഷം അതിൻ്റെ ചിപ്പിന്, അതായത് പ്രോസസ്സറിന്. ഇതൊക്കെയാണ് മേജറായിട്ട് അവരുടെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ട് വരുന്നത് iPhone 11. അപ്പോൾ ഇത് മൊത്തം പ്രൈസ് ചേർക്കുമ്പോൾ വരുന്നത് 35,000 രൂപ മാത്രമാണ്. അപ്പോൾ എന്തിനാണ് 1,00,000 രൂപ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 1,00,000 രൂപ എന്തിനാണ് വാങ്ങുന്നത് ചോദിച്ചാൽ, അഫ്കോഴ്സ് അതിൻ്റെ പ്രോഫിറ്റ് മാർജിൻ അത്രയും വലുതായിരിക്കും. 35,000 1,00,000 30,000 കുറച്ചാൽ ഏകദേശം 1,00,000 അവരുടെ പ്രോഫിറ്റ് മാർജിൻ മാത്രമാണ്. സോ പ്രോഫിറ്റിന് വേണ്ടി മാത്രമാണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ R&D എന്നുള്ളത് ഇതുപോലുള്ള വലിയ വൻകിട കമ്പനികൾക്കൊക്കെ വളരെയധികം കൂടുതലായിരിക്കും. ഈവൻ ഷവോമിയായിട്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ R&D വളരെയധികം കൂടുതലായിരിക്കും ആപ്പിളിന്. കാരണം ഏറ്റവും പുതിയ ഇന്നോവേഷൻസ് ആദ്യം കൊണ്ടുവരാനായിരിക്കും ആപ്പിൾ ശ്രമിക്കുക. ബട്ട് സ്റ്റിൽ ഷവോമി എന്തായിരിക്കും, അതിനെ കോപ്പി അടിച്ച് അവരുടെ ഫോണിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ നോച്ച് ആയിക്കോട്ടെ, ട്രിപ്പിൾ ക്യാമറ ആയിക്കോട്ടെ, റേഷ്യോ കൂട്ടുന്നതായിക്കോട്ടെ, എല്ലാ കാര്യത്തിലും. അതുപോലെ നമ്മുടെ പ്രഷറിനനുസരിച്ച്, നമ്മൾ സ്ക്രീനിൽ പ്രഷർ കൊടുക്കുന്നതിനനുസരിച്ച് ആപ്സ് ഓപ്പൺ ആവുന്നതായിക്കോട്ടെ, ഇതുപോലെ പല പല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഐഫോൺ തന്നെയാണ്, ആപ്പിൾ തന്നെയാണ്. സോ അവർക്ക് അതിനനുസരിച്ചുള്ള R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് അത്രയും സമയം ചിലവഴിക്കേണ്ടി വരും, അത്രയും എംപ്ലോയീസിന് വെക്കേണ്ടി വരും, അത്രയും റിസർച്ച് ചെയ്യേണ്ടി വരും, അത്രയും പൈസ ചിലവാക്കേണ്ടി വരും പുതിയ ഇന്നോവേഷൻസ് കണ്ടുപിടിക്കാനായിട്ട്. സോ ഇവർ ചെയ്യുന്നത് എന്താണ്, ഇവരൊരു ഇന്നോവേഷൻ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് 6 മാസത്തിനുള്ളിൽ അത് തൂക്കി ഷവോമി അവരുടെ ഫോണിൽ കൊണ്ടുവന്നു. ഇത് തന്നെയാണ് മേജറായിട്ടുള്ള റീസൺ അവരുടെ കോസ്റ്റ് കൂടാനായിട്ട്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ അവർ ഒരുപാട് സമയം ചിലവാക്കുന്നു, പുതിയ പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നതുകൊണ്ട് തന്നെയാണ് അവരുടെ മേജറായിട്ടുള്ള പ്രൈസ് പോയിന്റ് കൂടുന്നത്. 2,000 years later. അതുകൊണ്ട് മാത്രമല്ല, അവരുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടി മേജർ ആയിട്ടുള്ള റീസണാണ്. നമുക്കറിയാം, നമ്മുടെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസുകളിൽ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. iPhonesലായിക്കോട്ടെ iOS ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് ഉപയോഗിക്കുന്നത്. സോ iOS ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഇത് ആൻഡ്രോയിഡ് എന്ന് പറയുമ്പോൾ എല്ലാ ഫോണുകൾക്കും എടുത്ത് ഉപയോഗിക്കുന്നതാണ്. ഏതൊരു പുതിയ ബ്രാൻഡ്, ഇപ്പോൾ നമ്മളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡിൻ്റെ സോഫ്റ്റ്വെയർ എടുത്ത് ഉപയോഗിക്കാം ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട്. ബട്ട് സ്റ്റിൽ ആപ്പിൾ എന്ന് പറയുന്നത് അവരുടെ സ്വന്തമായിട്ടുള്ള iOS ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് റിസർച്ച് അതിലും വേണ്ടി വരുന്ന അതിലുള്ള ബഗ്സ് ആയിക്കോട്ടെ, അതിൽ എന്ത് പ്രശ്നം വന്നാലും അവർ തന്നെ അതിനെ ബെറ്റർ ആക്കി കൊണ്ടുവരണം, അവർ തന്നെ അതിനെ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. സോ അതിനുള്ള കോസ്റ്റും കൂടി ചേർത്തിട്ടാണ് അവർ ഐഫോണിന് 1,00,000 രൂപ വാങ്ങുന്നത്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പിന്നെ പൈസ നമ്മുടെ നിന്ന് വാങ്ങാന്നുള്ളത് അവർക്കൊരു സന്തോഷമല്ലേ. പണക്കാരനാണോ ഒരു 1,00,000 ചിലവാക്കുക iPhone 11 Pro വാങ്ങുക? സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ സുഹൃത്തുമായി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എന്നെ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, കൊടുക്കാമെന്ന് ചെറിയ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ ശ്രമിക്കുക. സൗജന്യമാണ്. സോ ഞാൻ വളരെ വരുന്നത് വരെ ഗുഡ് ബൈ.